ഒരു ഭാഗത്ത് നിന്റെ ഉമ്മാൻ്റെ വോയിസ് മെസ്സേജ് ഇങ്ങനെ കേൾക്കാം. മോനെ, നീ മുജാഹിദക്കെതിരെ ഒന്നും വീഡിയോ ചെയ്യാൻ നിൽക്കണ്ട, നീ ആരും കുറ്റമൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊരു ഭാഗത്തുണ്ടാവും റീലൊക്കെ കണ്ട് പെട്ടുപോയ കുറേ സാധുക്കളെ ചോദ്യം. ഉസ്താദെ, ഹദീസിലൊക്കെ ഉള്ളത് മാക്കാൻ യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ ഇഹ്ദാ അശറ റക്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും 11 റക്കാത്തിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്നല്ലേ? പിന്നെ എങ്ങനെയാണ് തറാവീഹ് 20 റക്കാത്താണെന്ന് കിട്ടിയത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഹദീസ് വിത്തറിന് തെളിവായിട്ടാണ് സകല ഇമാമുമാരും കൊണ്ടുവരുന്നത്. തറാവീഹിന് തെളിവായിട്ട് പറയുന്ന ഒരുപാട് ഹദീസുകൾ വേറെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തറാവീഹ് 8 റക്കാത്താണെന്ന വാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഈ തറാവീഹ് എന്ന പദത്തിനെ കുറിച്ച് പോലും വേണ്ട രൂപത്തിലുള്ള ഐഡിയ ഇല്ല എന്നുള്ളതാണ്. ഈ വാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് തറാവീഹ് എന്ന പേര് പറയാൻ പോലും യോഗ്യതയില്ല. കാരണം ഈ നിസ്കാരത്തിന് തറാവീഹ് എന്ന പേര് വരാൻ കാരണം എന്താ അറിയോ? അതിൻ്റെ ഇല്ലത്ത് പറയുന്നുണ്ട്, ലിഅന്നഹും കാനു യസ്തരിഹൂന ലി തൂലി ഖിയാമിഹിം ബഅദ കുല്ലി തസ്ലീമത്തൈനി. സ്വഹാബാക്കളുടെ നിസ്കാരം വളരെ നീണ്ടതായതുകൊണ്ട് തന്നെ ഓരോ 4 റക്അത്തിന് ശേഷം അവർ റെസ്റ്റ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമങ്ങൾ എന്നാണ് അർത്ഥം. വിശ്രമങ്ങൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 3 വിശ്രമമെങ്കിലും വരണം. കാരണം അഖല്ലുൽ ജംഇ തലാസത്തുൻ എന്നാണല്ലോ. അപ്പം 4 റക്അത്തിന് ശേഷം ഒരു വിശ്രമം, 8 റക്അത്തിന് ശേഷം രണ്ടാമത്തെ വിശ്രമം, 12 റക്അത്തിന് ശേഷം മൂന്നാമത്തെ വിശ്രമം. അത് ചുരുങ്ങിയത് 12 റക്അത്തിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിലേ തറാവീഹ് എന്ന പേര് തന്നെ പറയാൻ പറ്റുള്ളൂ.